പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമായെന്ന ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിൽ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്താ അതിന് കണ്ടീഷൻ? 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളതിന് ഫീസ് ഈടാക്കും. എന്തിനാ ഫീസ് ഈടാക്കണ? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ കിട്ടിയ ആളുകളാണ് പൈസ അടച്ച്, അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കുക. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയില്ല. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെൻറ് ഒന്നുകൂടി സങ്കീർണമാക്കി, വീണ്ടും അനിശ്ചിതത്വമാണ്, വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലും എൻ്റെ ഭക്തി കൂടി. ശബരിമലയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കേട്ടപ്പോൾ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയുന്നില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു, ഇല്ലേ? വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പം ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പാർലമെൻറ്റ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പം ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കണ ആളാ പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവധാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ ഇപ്പോൾ ഏർപ്പാട്. അപ്പം സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. പിന്നൊരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിൻ്റെ ഉപരക്ഷാധികാരിയാണെന്ന് പറഞ്ഞ് കണ്ട് ലിസ്റ്റിൽ. എൻ്റെ അനുവാദമില്ല, ഞാനില്ല, ഞങ്ങളില്ല അതിൻ്റെ അകത്ത്. ഈ തട്ടിപ്പ് ഇവർ നടത്തുമ്പോൾ, ഈ വിശ്വാസവഞ്ചന ഇവർ കാണിക്കുമ്പോൾ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുമെന്ന്. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല, തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലാണ് യഥാർത്ഥത്തിൽ. മുഖ്യമന്ത്രിയും ഞാനീ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളത് കാണുന്നുണ്ട്.